ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തുള്ള സ്നേഹവന്ദനത്തെ ഇവരെയും അറിയിക്കുകയാണ്. രണ്ട് വ്യക്തികളെ ഞങ്ങൾ മുമ്പ് ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുക. ഒന്ന് മർക്കോസ്, മറ്റൊന്ന് അരിമത്തയിലെ യോസഫ്. വളരെ ചെറിയൊരു സന്ദേശമാണ്. നിങ്ങളത് ശ്രദ്ധിച്ചും അത് മനസ്സിലാക്കിയാൽ വളരെ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മർക്കോസിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? പെസഹ കഴിക്കാനായിട്ട് ഒരു സ്ഥലം ഒരുക്കണം. ആ സ്ഥലം എവിടെ ഒരുക്കണമെന്ന് കർത്താവ് ഒരു അടയാളം പറഞ്ഞു കൊടുക്കുന്നു. ആ ഭാവം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അടയാളമെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ ശിഷ്യന്മാർ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ചെന്നു. പുരുഷൻ കുടവും ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ട് ആ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിലെ ഉടയവനോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വിരിച്ചൊരുക്കി ഒരു വൻ മാളിക കാണിച്ചു കൊടുക്കും. ശരിക്കും ആരായിരുന്നു ആ ഭവനത്തിലെ ഉടയവൻ? നമ്മൾ ബൈബിളിലെ മറ്റനേക ഭാഗങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് മർക്കോസ് ആയിരുന്നു. ആ മർക്കോസ് യേശുക്രിസ്തു ചോദിച്ചപ്പോൾ തന്നെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചില്ല, നിങ്ങൾ എത്ര പേര് വരുന്നെന്ന് ചോദിച്ചില്ല. താൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു കൊടുത്തു. വിരിച്ചൊരുക്കിയ വൻ മാളിക. അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ ഭവനപ്പണി, ധനവാന്മാരെ യഹൂദന്മാർ ഭവനം പണിയുമ്പോൾ അവർ 2 നിലയായിട്ട് പണിതിട്ട് മുകളിലത്തെ നില വലിയൊരു ഹോളായിരിക്കും. പെസഹ പോലുള്ള ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരുമിച്ച് കൂടി അത് ആചരിക്കാൻ വേണ്ടിയൊക്കെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇവിടെ മർക്കോസ് വലിയൊരു മാളിക മുറി പണിതിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് ആ മാളിക മുറിയിൽ മറ്റ് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഇവിടെ യേശുക്രിസ്തുവിനും ശിഷ്യന്മാർക്കും വേണ്ടി മർക്കോസ് വിരിച്ചൊരുക്കിയ വൻ മാളിക തുറന്നു കൊടുത്തപ്പോൾ പിന്നീട് നാം ഇങ്ങോട്ട് കാണുന്നത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ആ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇങ്ങനെ പറയാം, ആദ്യം 12-13 പേർ ആ മാളിക മുറിയിൽ കർത്താവിനോടൊപ്പം കയറി വന്നു എങ്കിൽ പിന്നീട് 120ആയി. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അത് 3000ആയിട്ട് മാറി. ഒരുപക്ഷെ മർക്കോസ് പോലും ചിന്തിച്ച് കാണത്തില്ല, ഇത്രയധികം ആളുകൾ വന്നു കൂടാൻ വേണ്ടിയാണ് ഈ മാളിക പണിയുന്നതെന്ന് മർക്കോസ് പോലും ചിന്തിച്ച് കാണത്തില്ല. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്തുകൊണ്ടാണ് മർക്കോസിന്റെ മാളിക മുറി നിറഞ്ഞത്? കർത്താവ് ചോദിച്ചപ്പോൾ തിരിച്ച് ചോദിക്കാതെ തുറന്നു കൊടുത്തു. മറ്റ് പരീക്ഷന്മാർ പരിഹസിക്കുമെന്നോ മറ്റ് ന്യായശാസ്ത്രന്മാർ തന്നെ കുറ്റം വിധിക്കുമെന്നോ തന്നെ ഒറ്റപ്പെടുത്തുമെന്നോ എന്നൊന്നും ചിന്തിച്ചില്ല. യേശുക്രിസ്തു ചോദിച്ചപ്പോൾ തന്നെ മാളികമുറി തുറന്നു കൊടുത്തു. ആ മർക്കോസാണ് പിൽക്കാലത്ത് പത്രോസിനൂടെ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുകയും മർക്കോസിന്റെ സുവിശേഷം എഴുതിയ മർക്കോസ് ഈ മർക്കോസാണ്. എന്തുകൊണ്ടാണ് മർക്കോസ് ഇത്ര ഉയർത്തപ്പെട്ടത്? യേശുക്രിസ്തു ചോദിച്ചപ്പോൾ താൻ മാളികമുറി തുറന്നു കൊടുത്തു. അതുകൊണ്ട് തന്റെ മാളികമുറി നിറഞ്ഞു കവിയാനായിട്ട് ഇടയെ തീർന്നു. രണ്ടാമത് മർക്കോസിനെ കുറിച്ച് നാം ഇന്നും അറിയുന്നു. മർക്കോസിന്റെ സുവിശേഷം നാം ഇന്നും വായിക്കുന്നു. ഇനി രണ്ടാമത്തെ വ്യക്തി അത് അരിമത്തയിലെ യോസേഫാണ്. നമുക്ക് നന്നായിട്ട് അറിയാം അരിമത്തയിലെ യോസേഫ് എന്താ ചെയ്തതെന്ന്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ ശവശരീരം അതെടുക്കുവാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ നമുക്ക് ആ ഭാഗം വായിക്കാം. മത്തായി സുവിശേഷത്തിൽ നമുക്കത് ഇങ്ങനെ വ്യക്തമായിട്ട് കാണുന്നു. 27:57 സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു. യോസേഫ് ആ ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. ഒന്ന് വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അരിമത്തയിലെ യോസേഫ് താൻ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിന്റെ ശരീരം ചോദിച്ചു. ആ ശരീരം നിർമ്മലശീല കൊണ്ട് പൊതിഞ്ഞു. നിർമ്മലശീല കൊണ്ട് പൊതിഞ്ഞിട്ട് താൻ തനിക്ക് വേണ്ടി വെട്ടിച്ചിരുന്ന, താൻ ധനവാനാണ്, അപ്പോൾ താൻ തനിക്ക് വേണ്ടി വെട്ടിച്ചിരുന്ന തൻ്റെ കല്ലറയിൽ കർത്താവിൻ്റെ ശരീരത്തിൽ വെച്ചു. വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിട്ട് താൻ പോയി. യേശുക്രിസ്തു ആവശ്യപ്പെട്ടില്ല എൻ്റെ ശരീരം അടക്കണമെന്നും എൻ്റെ ശരീരം ആ കല്ലറയിൽ വെക്കണം. കർത്താവ് ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. അരിമത്തയിലെ യോസേഫ് അറിഞ്ഞു ചെയ്തത് കൊണ്ട് 2000 വർഷത്തിന് ഇപ്പോഴും നാം അരിമത്തയിലെ യോസേഫിനെ കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, മർക്കോസ് കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ തിരിച്ചു ചോദിക്കാതെ തുറന്നു കൊടുത്തതുകൊണ്ട് താൻ ഇന്നും ചരിത്രത്തിന്റെ ഭാഗമാണ്, സുവിശേഷത്തിന്റെ ഭാഗമാണ്. താൻ അനുഗ്രഹിക്കപ്പെട്ടു. അരിമത്തയിലെ യോസേഫ് തന്നോട് കർത്താവ് ആവശ്യപ്പെട്ടില്ല, പക്ഷേ സാഹചര്യം മനസ്സിലാക്കി. ആരും മുന്നോട്ട് വരാൻ ധൈര്യപ്പെടാതിരുന്ന സമയം സാഹചര്യം മനസ്സിലാക്കി താൻ അറിഞ്ഞു ചെയ്തു. അതുകൊണ്ട് നാം ഇന്നും അരിമത്തയിലെ യോസേഫിനെ കുറിച്ച് നാം വായിക്കുന്നു, പഠിക്കുന്നു, കേൾക്കുന്നു.
അദ്ദേഹത്തെ നിത്യതയിൽ നാം ചെല്ലുമ്പോൾ കാണുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് നാം ഒന്ന് പാഠമാക്കിയെടുക്കണം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ താമസിയാതെ, മടി കാണിക്കാതെ, വെച്ച് നീട്ടാതെ, പറഞ്ഞ വാക്ക് വെച്ച് താമസിപ്പിക്കാതെ നാം ചെയ്യണം. അപ്പോൾ തന്നെ ദൈവം പറയാതെ തന്നെ പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ തോന്നിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തോന്നുകയാണെങ്കിൽ ഇന്നത് ദൈവത്തിന് വേണ്ടി ചെയ്യണം, ചില കാര്യം അറിഞ്ഞ് ചെയ്യണം. അരിമത്തലി യോസെഫ് ചെയ്തതുപോലെ അറിഞ്ഞ് ചെയ്യുവാൻ നാം തയ്യാറാകണം. അരിമത്തലി യോസെഫിന് ആരും പോയി ആവശ്യപ്പെട്ടില്ല, താൻ അറിഞ്ഞ് ചെയ്തു. ഇതുപോലെ ചില കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുവാൻ നാം തയ്യാറാകണം. നാം എന്ത് ചെയ്താലും നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം നമ്മുടെ പ്രവൃത്തികളിലൂടെ കൂടിയിരിക്കും. ഞാൻ ഈ 2 വ്യക്തികളെ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെട്ടത്, ഈ 2 വ്യക്തികളും വ്യത്യസ്ത സാഹചര്യത്തിൽപ്പെട്ടവരാണ്. 2 ധനവാന്മാരാണ്. ഒരാൾക്ക് മാളികമുറി ഉണ്ടായിരുന്നെങ്കിൽ താൻ മാളികമുറി തുറന്നു കൊടുക്കാൻ തയ്യാറായി. മറ്റൊരാൾക്ക് അധികാരമുണ്ടായിരുന്നു, താൻ അധികാരം ഉപയോഗിച്ചു. മാത്രമല്ല തൻ്റെ കല്ലറ താൻ തുറന്നു കൊടുക്കാൻ തയ്യാറായി. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരാൾക്ക് സമ്പത്തായിരുന്നു, വലിയ മാളികമുറിയായിരുന്നു ഉണ്ടായിരുന്നു, അത് താൻ തുറന്നു കൊടുത്തു. മറ്റൊരാൾക്ക് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, തൻ്റെ കല്ലറ താൻ തുറന്നു കൊടുത്തു. ദൈവം എന്താണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് അതൊന്ന് തുറന്നു കൊടുക്കുവാൻ, അതൊന്ന് സമർപ്പിക്കുവാൻ, അതൊന്ന് അവൻ്റെ കാൽക്കൽ വെക്കുവാൻ, അതിൻ്റെ മേൽ അങ്ങയുടെ മഹത്വത്തെ വെളിപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.